സ്പൂണും പാത്രമൊക്കെ ആയിട്ട് എന്താന്നല്ലേ വാ പറഞ്ഞുതരാം. പൾപ്പിട്ട് വെച്ചിട്ട് പലരും പല ക്രാഫ്റ്റ് ഐറ്റംസും ഉണ്ടാക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഞാനും കരുതി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാം. ആദ്യം കുറച്ച് വെള്ളം എടുക്കുക. ആ എടുത്ത വെള്ളത്തിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ വാൾപ്പൊടി എടുത്ത് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സായി നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി വരുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് വെച്ച് എന്തുണ്ടാക്കണമെന്ന ഐഡിയ ഒന്നും കാര്യമായിട്ടില്ലെങ്കിലും മിക്സിങ് നന്നായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ മൈൻഡിൽ ഉദിച്ച് കുത്തിയെടുത്ത് ഞാനൊരു സംഭവം ഉണ്ടാക്കാൻ കരുതി. തലയും വാലും ഇല്ലാത്ത എന്ത് കാര്യം ചെയ്യുമ്പോഴും സേഫ്റ്റി അത് നിർബന്ധമാണ്. ഞാനിവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പഴയ കുറച്ച് പേപ്പർ എടുത്തിട്ട് നിലത്ത് വിരിച്ചു വെച്ചത് നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ എന്തെങ്കിലുമൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തു വെക്കുക. ഇനി പ്രോസസ്സിലോട്ട് വരാം. ഒരു ചെറിയ ബോട്ടിൽ പകുതി മുറിച്ചെടുക്കുക. അതിൻ്റെ അടുപ്പിന് വശത്തായിട്ട് ഒരു ബലൂൺ എടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ മിക്സ് ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നിറച്ചു കൊടുക്കുക. ഞാൻ കരുതിയത് പോലെ മണ്ടത്തരം കരുതി ആരും ഇതുപോലെ പാത്രം നിറച്ച് പൊട്ടിക്കളിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് ബലൂണ് വീർക്കുന്നത് മാതിരി നിറഞ്ഞു നിൽക്കുന്നില്ല. ഞാനിത് നിറച്ചു വന്നപ്പോൾ ആകെ കുറച്ച് മാത്രമേ ബലൂണകത്തുള്ളൂ. ബാക്കി ഞാൻ ഞെക്കിയും പിഴിഞ്ഞും കുത്തിയും താത്താൻ നോക്കിയെങ്കിലും അതിനകത്തോട്ട് കയറിയില്ല. പഠിച്ച പണി 18 ശ്രമിച്ചിട്ടും ഇതിൻ്റെ അകത്തേക്ക് ആ കയറിയതിലപ്പുറം ഒരു തുള്ളി പൊട്ടി കിടന്നില്ല. അവസാനം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നല്ലേ എന്ന് കരുതി ഞാനുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കുപ്പിയുടെ അടുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ബലൂൺ ഊരിയെടുത്ത് അത് നന്നായിട്ട് കെട്ടിവെക്കുക. മെയിനായിട്ടുള്ള പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ വെയിറ്റ് കയറ്റി വെച്ച ശേഷം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ബലൂണ് വീർക്കുന്നത് പോലെ വലുപ്പത്തിൽ പൊട്ടി നിറച്ച് ബലൂണ് വലുതാക്കി എടുക്കാം എന്ന് കരുതിയത് കൊണ്ട് തന്നെ ഒരുപാട് പൊട്ടി ബാക്കിയുണ്ട്. ഇനി ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഒന്നും നോക്കിയില്ല, മുറിച്ചെടുത്ത കുപ്പിയുടെ മറ്റേ പകുതി എടുത്ത് അതിൽ നടുവിലായിട്ടൊരു സ്റ്റിക്ക് വെച്ചു. അതിലേക്ക് ബാക്കിയുള്ള പൊട്ടി മുഴുവൻ നിറച്ചു. ഒരു ഫ്ലവർ വൈസ് ആക്കി ഡ്രൈ ആക്കി എടുക്കാം എന്നതായിരുന്നു എൻ്റെ നിഗമനം. എന്ത് പറയാനാ, ഡ്രൈ ആയി വന്നപ്പോൾ കഥയാകെ മാറി. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലടാ ചെയ്യേണ്ടത്. ഈ നടുവിൽ റിമൂവ് ചെയ്യാൻ വെക്കുന്ന സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഓയിലോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ വെക്കാവൂ. ഞാനിത് ഒന്നും ചെയ്തില്ല, ഡയറക്റ്റ് താഴ്ത്തി വെച്ചു. എന്നിട്ട് അതിലേക്ക് പൊട്ടിവയ്ക്കുകയാണ് ചെയ്തത്. അക്കാര്യത്തിൽ എന്തായാലും തീരുമാനമായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതും ഒരു അട്ടർ ഫ്ലോപ്പ് ആവില്ലേ എന്ന് കരുതിയാണ് ഞാനിത് തുറന്നത്. ഭാഗ്യത്തിന് ഫ്ലോപ്പ് ആയില്ലേ. ഇതെന്തായാലും നല്ല വൃത്തിക്ക് കിട്ടി. നീയെങ്കിലും എൻ്റെ കൂടെ നിന്നല്ലോടാ എന്നാണ് ഇതും കയ്യിൽ വെച്ച് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവനെ നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുക്കാം. കുറേ വൈറ്റ് കളറിൽ ഒരു പൊടിക്ക് റെഡ് കളർ ആഡ് ചെയ്താൽ ഇതാ ഈ ഒരു ഷെയ്ഡ് ഇട്ടു. ഇതാണ് നമ്മൾ ബേസ് സൈഡ് കൊടുക്കാൻ പോകുന്നത്. മൊത്തമായിട്ട് ഈ ഒരു പെയിന്റ് കൊണ്ട് കവർ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു സ്ട്രോബെറീസ് ആണ് വരയ്ക്കുന്നത്. അതിനിടയിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കുഞ്ഞു മാഗ്നറ്റ് എടുക്കുക, അതിൻ്റെ പിറകുവശത്തായിട്ട് ഒട്ടിച്ചിടുക. ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് ഹോൾഡറായി മാറിയിരിക്കുന്നത്. അങ്ങനെ ലക്ഷ്യബോധം ഒന്നുമില്ലാതെ നമ്മളൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?